ഒരു കള്ളത്തരം മറയ്ക്കാൻ പല കള്ളവും പറയുന്നവരുണ്ട്. എത്ര അതിബുദ്ധി കാട്ടിയാലും ഒരിക്കൽ നിയമത്തിന് മുന്നിൽ കുടുങ്ങുമെന്ന കാര്യം മറക്കരുത്. കണ്ണൂർ തലശ്ശേരിയിലെ കാർ ഷോറൂമിലെ തീപിടുത്തം ഒരു സാമ്പത്തിക തട്ടിപ്പ് മറയ്ക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മാരുതി കാർ ഷോറൂമിലുണ്ടായ തീപിടുത്തത്തിൽ 3 കാറുകൾ കത്തിനശിച്ചു. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണമെത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരനിലേക്കാണ്. വയനാട് തേറ്റമല സ്വദേശി സജീറാണ് തീയിട്ടതെന്ന് പിന്നീട് കണ്ടെത്തി. പണം തിരിമറി പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുകൾ തീയിട്ടതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ സജീറിനെ റിമാൻഡ് ചെയ്തു. തലശ്ശേരി ചെറുക്കരയിലെ കാർ ഷോറൂമിലെ തീപിടുത്തത്തിലാണ് വഴിത്തിരിവ്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ വയനാട് സ്വദേശിയാണ് തീയിട്ടതെന്ന് കണ്ടെത്തി. തേറ്റമല സ്വദേശി സജീർ അറസ്റ്റിലായി. പണം തിരിമറി പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുകൾ തീയിട്ടതെന്നാണ് പ്രതി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചെറുക്കരയിലെ ഇൻഡെക്സ് ഗ്രൂപ്പിന്റെ കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. 3 കാറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പരാതി. തുടക്കത്തിൽ തന്നെ കാറുകൾക്ക് തീപിടിച്ചതല്ല, മനഃപൂർവ്വം ആരോ തീയിട്ടതാണെന്ന സംശയം ബലപ്പെട്ടിരുന്നു. തുടർന്നാണ് തലശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത്. ഷോറൂമിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പുലർച്ചെ 3:40 ഒരാൾ വാഹനങ്ങൾക്ക് മുകളിൽ ദ്രാവകമൊഴിച്ച് തീയിടുന്നതിന്റെ അവ്യക്തമായ ദൃശ്യങ്ങൾ കിട്ടി. ഒടുവിൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായ സജീറിലാണ് അന്വേഷണം ചെന്നെത്തിയത്. 2 വർഷമായി സ്ഥാപനത്തിലെ ഫീൽഡ് എക്സിക്യൂട്ടീവാണ് സജീർ. ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിയ പണം ഷോറൂമിൽ അടക്കാതെയും വ്യാജ രസീത് നൽകിയും ഇയാൾ 30 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയിരുന്നു. സംഭവത്തിൽ പരാതി വരുമെന്നായപ്പോൾ പ്രതി കണ്ട വഴിയാണ് തീയിടൽ. പുത്തൻ കാറുകൾ കത്തിച്ചാൽ മുഴുവൻ ശ്രദ്ധ അതിലാകുമെന്നും ഉടൻ പിടിക്കപ്പെടില്ലെന്നും കരുതി. സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ.